പ്രതികരിക്കാൻ ശബ്ദമുയർത്തുന്നത് ന്യായത്തിന് വേണ്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെ അഭിനന്ദിക്കാൻ പഠിക്കണം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഇവാൻ വുക്കോമനോവിച്ച് തന്റെ കരിയർ പോലും തുലാസിൽ വെച്ചുകൊണ്ട് ഇന്ത്യൻ റഫറിംഗ് സിസ്റ്റത്തിനെതിരെ പ്രതികരിക്കാൻ ആർജവം കാണിച്ചുകൊണ്ട് വാക്കൌട്ട് പ്രൊട്ടസ്റ്റ് നടത്തിയപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെല്ലാവരും ഒരു പരിധിവരെ ഭൂരിഭാഗം ആരാധകരും ഇവാൻ വുക്കോമനോവിച്ചിനെ അഭിനന്ദിച്ചിരിക്കുന്നു. അതേ അഭിനന്ദനത്തിന് തന്നെ അർഹരായി മാറി ISL ക്ലബ്ബുകളായിട്ടുള്ള ബംഗളൂരു FC, പിന്നെ FC ഗോവ, I ലീഗ് ക്ലബ്ബുകളായിട്ടുള്ള ഡംബോ സ്പോർട്ടിംഗ് ക്ലബ്ബ് ഗോവ, പിന്നെ മദ്രാസ് FC, മിസോറാം ഫുട്ബോൾ അസോസിയേഷൻ, പിന്നെ റിലയൻസ് ഫൗണ്ടേഷന്റെ യങ് ചാമ്പ് പ്രോഗ്രാം സ്കീം. ഇവർ അത്രയും ആളുകൾ അഭിനന്ദനത്തിന് അർഹനായിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ കുറേ കാലമായിട്ടല്ല, ഒരുപാട് കാലമായിട്ട് ഇന്ത്യൻ ഫുട്ബോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്നാണ് ഏജ് ഫ്രോഡ്. ഒരു പ്ലെയറിന്റെ പേരെടുത്ത് തൽക്കാലം പറയുന്നില്ല. ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ ഗോൾ സ്കോറർ എന്ന പുരസ്കാരം ISL നിന്ന് സ്വന്തമാക്കാൻ കൊണ്ടുവന്ന താരത്തിന്റെ പ്രായത്തട്ടിപ്പ് വിവാദമായ ആളിന് വിലക്കും കാര്യങ്ങളൊക്കെ കിട്ടിയത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഒരു പ്രശ്നം വളരെ ഗുരുതരമായിട്ട് വിഷയമാണ്. എന്താണെന്ന് വെച്ചാൽ ഈ പ്രായം കൊണ്ട് കൂടിയ ശരീരം മുറ്റിയ പ്ലേയേഴ്സും യുവതാരങ്ങളും തമ്മിൽ വിവിധ ഏജ് കാറ്റഗറികളിൽ കോമ്പീറ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ കപ്പാസിറ്റിയുള്ള പ്രായം കൂടിയ താരങ്ങളും യുവതാരങ്ങളും നമ്മൾ ഏറ്റുമുട്ടുമ്പോൾ ഈ പ്രായം കുറഞ്ഞ താരങ്ങൾക്ക് പരിക്ക് പറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത്തരത്തിൽ ഏജ് ഫ്രോഡ് നടത്തി വരുന്ന പ്രായം കൂടിയ താരങ്ങൾ പിഞ്ച് പൈതലുകളെ ഇടിച്ചിട്ട് അവരുടെ കരിയർ തന്നെ ഉല്ലാസലാക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. ഇങ്ങനെ സത്യസന്ധമായിട്ട് കളിക്കാൻ വരുന്ന പല കുഞ്ഞുങ്ങളുടെയും കരിയർ തന്നെ ഇല്ലാതായി പോകുന്ന അവസ്ഥ പല ടൂർണമെന്റുകളിലും നമ്മൾ വിറ്റ്നസ് ചെയ്തിട്ടുണ്ട്. കേരളത്തിലും അതിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. റെസ്പോൺസിബിലിറ്റി